ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ഊണിൻ്റെ കറികളാണ് കാണിക്കുന്നത്. ഒരു പപ്പായ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പപ്പായേൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. കപ്പക്ക ഒരു കഷ്ണം തൊലി കളഞ്ഞെടുത്ത് 5-6 ചക്കക്കുരു പുറത്തെ തൊലി മാത്രം കളഞ്ഞ് ഉള്ളിലത്തെ ബ്രൗൺ കളർ കളയണ്ട, ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. പപ്പായയും അതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇവിടെ പപ്പായ കപ്പക്ക എന്നാണ് പറയുക, പപ്പായ കർമൂസ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ചെറിയ കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായയുടെ തൊലി ഇഷ്ടമില്ലാത്തവർ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. തൊലി കഴിക്കാൻ ഇഷ്ടമില്ലവർ തൊലിയോടെ മുറിച്ചിട്ടാൽ മതി. ഇനി കായം മുറിച്ചിട്ട് ഇത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അച്ചിങ്ങപ്പയറും കൂടെ ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർക്കണം. ഇതിന് വേവ് കൂടുതലുള്ളത് കൊണ്ട് ഇത് ആദ്യം ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു കഷ്ണം കപ്പക്ക ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി വെക്കുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത്, കഷ്ണങ്ങൾ വെന്തിട്ടില്ല, ഒന്നും കൂടെ വേവാനുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇന്ന് നല്ല നെയ്മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ നെയ്മത്തി ഉണക്കിപ്പൊടിച്ച നെല്ലിക്ക പൊടി ചേർത്ത് നല്ലൊരു മത്തിക്കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മത്തിക്കറി ഒരാഴ്ച വരെ കേടാവാതെ പുറത്തുതന്നെ വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കണം. പയറിന് വേവ് കുറവായതുകൊണ്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് എടുക്കണം. ഉപ്പൊക്കെ നോക്കി അടച്ച് വെക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് തണുക്കുന്ന സമയത്തേക്ക് ഇത് നല്ലപോലെ കുറുകി വരും. ഈ പാകത്തിൽ വാങ്ങി വെച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണിത്. നെയ്മത്തി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് പരൽമീൻ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 5-6 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 20 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് വാടി വരണം. കളറൊന്നും മാറണ്ട, ഒന്ന് സവാള ഒന്ന് ചെറുതായി വാടി കിട്ടിയാൽ മതി. 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ച വറ്റൽമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഈ സമയത്ത് ചതച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക, കുരുമുളക് ഇഷ്ടമില്ലവർക്ക്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. പലതരം പച്ചക്കറി ചേർത്തിട്ടുള്ള ഈ മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റാണ്. ഇനി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായയിലേക്ക് പച്ചമുളക്, സവാള, കറിവേപ്പില, ഇഞ്ചി ചേർത്ത് നല്ല കട്ട തൈരിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പപ്പായ തൈര് റെഡിയായി. ഇന്നത്തെ ഊണിൻ്റെ കറി നെല്ലിക്കപ്പൊടി ഇട്ട് വെച്ച മത്തിക്കറി, മെഴുക്കുവരട്ടി, തൈര്, പപ്പായ തൈര്, മീൻ ഫ്രൈ, താളയില ഉപ്പേരിയും കൂടിയുണ്ട്, ചോറും. താങ്ക് യു ഫോർ വാച്ചിങ്.